ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് എനിക്കൊണ്ട് ഇന്ത്യയിൽ ഇനി ഞാനും കൂടി ഉള്ളൂ എന്നാണ് ഈ മീഷോ ഹോളിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുറേ നാളായിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച കാത്തു കൊണ്ടതോ അല്ലല്ല എന്ന പാൻഡമിക് കാരണം ലോക്ക്ഡൗൺ കാരണം കുറേ പേര് പല പ്രൊഡക്ട്സിൻ്റെയും കുറേ പേര് ഒരേ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതിനൊരു ഉണക്കമീൻ്റെ മണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ വേണ്ടി പോകുന്നത്? ഭയങ്കര കോമഡി ഇപ്പോൾ കേട്ടോ. ഓക്കെ, ഹേ മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങളെല്ലാവരും ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചുന്ന ഒരു വീഡിയോ ആണ്. മീഷോ ഡിക്കോർ ഹാൾ. നമ്മുടെ സ്റ്റുഡിയോയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സ്റ്റുഡിയോ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെജോറിറ്റി പ്രൊഡക്ട്സും ഫ്രം മീഷോ. കുറേ പേര് പല പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്റ്റ് കോഡ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മീഷോ ഉൾപ്പെടെ പല ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ കാരണം. അപ്പോൾ ഇപ്പോൾ എല്ലാം റെസ്യൂം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഡെലിവറി ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് യാതൊരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഷെയർ ചെയ്യാത്തത്. അതാണ് ഞാൻ ഹാളിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ പ്രൊഡക്റ്റ് കോഡ്സും എന്തായാലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എൻ്റെ സ്റ്റുഡിയോ നല്ല സുന്ദരമായത് സത്യം പറഞ്ഞാൽ മീഷോൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് മീഷോ എന്താണെന്ന് നോക്കാം. മീഷോ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ലോവസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റിയ ഇന്ത്യയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോന് 1 കോടിയിൽ പരം ട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്, ലൈക്ക് മെൻ ഫാഷൻ, വിമൻ ഫാഷൻ, കിഡ്സ് ഫാഷൻ, കിച്ചൺ, ഹോം ഡെക്കോർ, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. 50 ലക്ഷത്തിൽ പരം പ്രൊഡക്ട്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി മീഷോൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലൈക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ മീഷോൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോഡ്സ് ഒക്കെ ഷെയർ ചെയ്ത് റീസെല്ലിംഗ് മാതിരി നടത്തി നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് മീഷോ. ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വളരെ ലോവസ്റ്റ് പ്രൈസിൽ കിട്ടും എന്നുള്ളതാണ് മീഷോൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഞാൻ പ്രൊഡക്ട്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് കോഡ്സും കൊടുത്തിട്ടുണ്ട്. മീഷോൻ്റെ അത് പ്രൊഡക്റ്റ് കോഡ്സ് ആണ്, പ്രൊഡക്റ്റ് ലിങ്ക്സ് അല്ല കേട്ടോ. ആൻഡ് ഓൾസോ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യമായിട്ടാണ് നിങ്ങൾ മീഷോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പർച്ചേസിന് ഫ്ലാറ്റ് 100 റുപ്പീസ് ഓഫ് കിട്ടും, അല്ലെങ്കിൽ ഫ്ലാറ്റ് 30% ഓഫ് കിട്ടും കേട്ടോ. അപ്പം എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിനും ഫ്രീ ഡെലിവറിയാണ്. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഈസി റിട്ടേൺസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുള്ളത് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈസി റിട്ടേൺസ് ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോൾ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വാൾ സ്റ്റിക്കേഴ്സ് ആണ്. ഇതിൻ്റെ കോഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോളാണ് നമുക്ക് വരുന്നത്. ഇതുപോലത്തെ ആദ്യം 5 റോളാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് 5 റോള് ഈ ഒരു സൈഡും ആൻഡ് ഈ ഒരു ബാക്ക് സൈഡിലും മാത്രമേ തികഞ്ഞുള്ളൂ. പിന്നെ ഇപ്പുറത്തുള്ള വാളിന് ഞാൻ എക്സ്ട്രാ 4 3 കൂടി വാങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഈ പ്രൊഡക്റ്റിൻ്റെ കോഡ് അടിച്ചു കഴിയുമ്പോൾ അവരുടെ പേജിൽ തന്നെ നിങ്ങൾക്ക് പോയാൽ കിട്ടും. ഞങ്ങൾ മെഷർ ചെയ്തപ്പോഴത്തേക്കും തെറ്റിപ്പോയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മെഷർമെൻറ്റും ഇതിൻ്റെ മെഷർമെൻറ്റൊന്നും ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ റൂമിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ ആദ്യം എടുത്തതിന് ശേഷം ഈ പ്രൊഡക്റ്റിൻ്റെ പേജിൽ, അതായത് ഈ പ്രൊഡക്റ്റ് കാണിക്കുന്ന പേജിൽ പോയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് എത്ര റോൾസ് വേണം എന്നുള്ളത് നിങ്ങൾ നോക്കി വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വാങ്ങിച്ച പ്രൊഡക്റ്റ്. ഇത് പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പലതരം വാൾ സ്റ്റിക്കേഴ്സ് നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പല അതർ വെബ്സൈറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഭയങ്കര ചീപ്പാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ആൻഡ് ഓൾസോ തന്നെ ഒട്ടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മാർബിൾ പ്രിന്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് മാർബിൾ പ്രിന്റ് ആണ് ഇൻ ട്രെൻഡ്. പിന്നെ ഇങ്ങനെ വാളിന്റെ ബ്രിക്കിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു മാർബിൾ പ്രിന്റ് നമ്മൾ ചൂസ് ചെയ്തത്. ഇത് നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സൂപ്പറാണ്. ആൻഡ് നമ്മളുടെ റൂമിന് ഒക്കെ ഒരു അടിപൊളി ഒരു മേക്ക് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല ഓപ്ഷനാണ്. കുറേ നമ്പർ ഓഫ് ചോയ്സസ് ആണ് ആക്ച്വലി ഈ വാൾ സ്റ്റിക്കേഴ്സിനകത്തുള്ളത്.
നെക്സ്റ്റ് വന്നിട്ട് ഞാൻ നമ്മുടെ ഫ്ലോറിന് വേണ്ടി ഈ ഒരു ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതും ഒരു ബ്രിക്കിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും വാൾ സ്റ്റിക്കറാണ്. അപ്പോൾ ഈ ഒരു വാൾ സ്റ്റിക്കർ നമ്മൾ ഫ്ലോറിൽ ഇട്ടതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ദിസ് ഇസ് മെൻറ്റ് ഫോർ വാൾ. അപ്പോൾ നമ്മളത് ഫ്ലോറിൽ ഇടുമ്പോഴത്തേക്കും നമ്മളുടെ ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ഫേർണിച്ചറും ഒന്നും താങ്ങില്ല. അപ്പോൾ നമ്മൾ ചെയറൊക്കെ നീക്കുമ്പോഴത്തേക്കും ഇത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ഫ്ലോർ ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ ഫ്ലോർ ഫ്രണ്ട്ലി അല്ല. സോ നമ്മളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, ബിക്കോസ് വാൾ സ്റ്റിക്കേഴ്സ് ആണ്. വാൾ സ്റ്റിക്കേഴ്സ് നമ്മൾ കിടന്നോളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ വാളിലാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ. പക്ഷെ ഒബ്വിയസ്ലി വാളിൻ്റെ അകത്തല്ല, മീൻസ് ഫ്ലോറിൽ ഒട്ടിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത് എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഞാനിത് വാളിന് വേണ്ടി മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. ബട്ട് ക്വാളിറ്റി വൈസ് ആണെങ്കിലും പ്രിന്റ് വൈസ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. നമ്മൾ ശരിക്കും നല്ലൊരു ബ്രിക്ക് വോള് തന്നെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇത് എൻ്റെ സൈഡിൽ നിന്ന് രണ്ടിനും ഒരു വലിയ തംസപ്പാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിനൊക്കെ ഒരു പുതിയ ഒരു മേക്ക് ഓവർ കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ല ഓപ്ഷനാണ്. ഒത്തിരി വെറൈറ്റി പ്രിന്റ്സ് ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു വുഡൻ പോട്ട് സ്റ്റാൻഡാണ്. നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ നല്ല ഭംഗിക്ക് വെക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി പോട്ട് സ്റ്റാൻഡാണിത്. അപ്പോൾ ഇതും ഞാൻ സ്റ്റുഡിയോയിലേക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ചെടി ആക്ച്വലി ഇപ്പോൾ ഞാൻ തറയിലിരുന്ന ഷൂട്ട് ചെയ്യണേ. സോ ഞാൻ ചെയറിലിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെടുത്ത് ഈ ചട്ടി വയ്ക്കും. ആൻഡ് പ്രൊഡക്ട്സിൻ്റെ ഷൂട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി, അതായത് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. ആൻഡ് ഓൾസോ ഇവിടെയും 2 ചട്ടിയും കൂടി വെക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടി ഭയങ്കര പെർഫെക്റ്റ് ആണ് ഈ ഒരു വുഡൻ സ്റ്റാൻഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റിയാണ് ആൻഡ് ഭയങ്കര ചീപ്പാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കിടിലനായിട്ടുള്ളൊരു മോഡേൺ ആർട്ടിൻ്റെ ഒരു വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെയിൻറ്റിങ് മാത്രം സംഭവം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് പേര് ഞാൻ വാങ്ങിച്ച് കണ്ടിട്ടാണ് ഞാൻ അത് വാങ്ങിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഹെക്സഗൺ ഷേപ്പിലുള്ള വാളിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പറ്റിയ പെയിന്റിങ്സ് മാതിരിയാണ്. 3 എണ്ണമാണ് ഇതിൻ്റെ അകത്തുള്ളത് കണ്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിനെ ഒട്ടിക്കേണ്ട പാറ്റേൺ ഒക്കെ നമുക്ക് ആ പേജിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസിലി അത് ഒട്ടിക്കാം. ഇതും എല്ലാം ഞാൻ സ്റ്റുഡിയോയിലേക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഇന്നത്തെ ഹോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ അവസ്ഥ ഞാനിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഓൾസോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ സാധനം നമ്മളുടെ ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. ഓൾസോ ഇതിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ പീൽ ചെയ്ത് കളയാൻ വേണ്ടി പറ്റിയ ഡബിൾ സൈഡ് ടേപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആണി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് കാർഡ്ബോർഡ് പീസിലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ. കാർഡ്ബോർഡ് പീസിലാണ് വന്നേക്കുന്നത്. സോ നമ്മൾ ആദ്യം നമ്മുടെ വാളിൽ എവിടെയാണിത് ഹാങ് ചെയ്യേണ്ടതെന്നുള്ളത് ഐഡിയ നമ്മൾ കണ്ടുപിടിക്കുക. ഇത് പീൽ ചെയ്യുക, ഇത് ഒട്ടിക്കുക. സിമ്പിൾ പരിപാടിയാണ്. ബോളൊക്കെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ആണി അടിക്കണതൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയായിരിക്കും. ഇവിടെ അച്ഛനൊന്നും ആണി അടിക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനത്തെ അച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്. ബിക്കോസ് നമുക്ക് ജസ്റ്റ് ആണി അടിക്കാണ്ട് ഈസിലി നന്നായിട്ട് ഇതങ്ങനെ ഒട്ടിച്ച് നമ്മളുടെ വാൾസ് നമുക്ക് ഈസിലി ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന 2 ക്യൂട്ട് ലേഡീസിനെയാണ്. ഈ 2 കുഞ്ഞു പെൺപിള്ളേരാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് ഹാൻഡ് മെയ്ഡ് ക്യൂട്ട് റെസിൻ പോട്ട് വിത്ത് 2 ഗ്യാങ് ഓഫ് ഗേൾസ് സ്റ്റൈൽ 1 ആണിത്. ഇതിൻ്റെ പല സ്റ്റൈൽസ് ഉണ്ട്. ഈ ഗേൾസിൻ്റെ തന്നെ പല സ്റ്റൈൽസ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി നമ്മുടെ കുഞ്ഞി സക്യുലൻ്റ് ഒക്കെ നടാൻ വേണ്ടി പറ്റിയ ചട്ടിയാണ് കേട്ടോ. കുഞ്ഞി ചട്ടിയാണ്. പക്ഷേ ഇത് എനിക്ക് ചട്ടി നടാൻ തോന്നിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിൽ സക്യുലൻ്റ് ഇല്ല. സോ സക്യുലൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ ഏത് ചെടി നട്ടാലും ഇത് എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒരു ഭംഗി പോവും. അതുകൊണ്ട് ഞാൻ നടാൻ വേണ്ടി പോയില്ല. അപ്പം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഷോ പീസായിട്ട് അങ്ങനെ തന്നെ ഞാൻ വെച്ചു. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം പിള്ളേരെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരിയും കൂടി വലിയൊരു പോട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് എനിക്കിത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ആൻഡ് സക്യുലൻ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആൻഡ് ഓൾസോ കുഞ്ഞ് അലോവേറ ഒക്കെ നട്ട് നല്ല രസമുണ്ടാവും. പക്ഷേ ഞാൻ നട്ടില്ല. എനിക്കിത് ഇങ്ങനെ ഷോ പീസായിട്ട് ബാക്കിൽ തന്നെ വെക്കാനാണ് താല്പര്യം. സോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചീപ്പാണ്. ഇതൊക്കെ അല്ലാത്ത ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സിലും ആമസോണിലും നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഇതിനേക്കാളും ഭയങ്കര റേറ്റ് കൂടുതലാണ്. സോ ഇതും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യണം. 2 ക്യൂട്ട് പീസസ് ആണ്. എന്ത് രസം നോക്കി കാണാൻ വേണ്ടി. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂട്ടിൻ്റെ ഫ്ലോർ മാറ്റാണ്. ഇതാണ് സംഭവം. ഇത് ജൂട്ടാണ് മെറ്റീരിയൽ, ഫ്ലോർ മാറ്റാണ്. എൻ്റെ മുന്നത്തെ മീഷോ മെറ്റേണിറ്റി വെയറിൻ്റെ മീഷോ ഹോളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഞാൻ ആ ഫുൾ ലെങ്ത് ഡ്രസ്സ് കാണിക്കുമ്പോഴത്തേക്കും ഫ്ലോറിൽ ഞാൻ ചവിട്ടി നിന്നത് ഈ ഒരു മാറ്റിൻ്റെ മേലെയാണ്. ഈ ഒരു മാറ്റ് എൻ്റെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ വേറെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ഫ്ലോർ മാറ്റ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലത്തേക്ക് വാങ്ങിച്ചത്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കുഞ്ഞാണ്. ഞാൻ ഇതിനേക്കാളും അല്ല, ഇതിൻ്റെ ഒരു ഇത്രയും കൂടി വലിയ സൈസാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഞാനിതും ഫുൾ ലെങ്ത് വീഡിയോ അല്ലെങ്കിൽ ഫുള്ള് ലുക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ഫ്ലോറിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാണ്ടും ഒരു ക്യൂട്ട് കോർണറൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഫ്ലോർ മാറ്റ്. ആൻഡ് ഇത് വെറും പ്ലെയിൻ ആണ് കേട്ടോ, കളേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ട് ആൻഡ് നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് കുറച്ചും കൂടി ഞാൻ വലുതാണ് എക്സ്പെക്ട് ചെയ്തതെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആർട്ടിഫിഷ്യൽ ക്രീപ്പർ ആണല്ലോ. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കും, ഇങ്ങനത്തെ തൂങ്ങി കിടക്കുന്ന ചെടിയിലെ അതാണ് സംഭവം. ഇത് ഞാൻ ആക്ച്വലി നമ്മളുടെ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി എൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു ഡോറിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ ഡോറ് വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഡോറ് വെച്ച് ഒരു കേർട്ടൻ സെറ്റ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് ആ കോർണർ ഈ ഒരു വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ ഈ ഒരു ക്രീപ്പർ വെച്ചിട്ട് എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നല്ല നീളത്തിലാണ് ഈ ക്രീപ്പർ വരുന്നത്. നല്ല രസമായിരിക്കും ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ. ഒരേ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതിനൊരു ഉണക്കമീൻ്റെ മണമാണ്. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനിത് ഒരു ദിവസം മുഴുവനും വെയിലത്ത് ഉണങ്ങാനിട്ടു. അപ്പോൾ ഇതിൻ്റെ മണം ജസ്റ്റ് ഒന്ന് കുറഞ്ഞു എന്നല്ലാണ്ട് ഇതിന് ചെറിയൊരു ഉണക്കമീൻ്റെ മണമുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ് എനിക്കൊണ്ട്. പിന്നെ ഇത് നമ്മൾ യൂസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ എൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റുഡിയോ ടൂർ ഞാൻ എല്ലാം എൻ്റെ സ്റ്റുഡിയോയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സ്റ്റുഡിയോ ടൂർ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണിച്ചു തരാം കേട്ടോ, ഇത് എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തതെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വൈസും ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നല്ലതാണ്. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര വിലക്കുറവാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നമുക്ക് കോർണറൊക്കെ ആയിട്ടാണെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയ ഒരു ക്രീപ്പറാണിത്. അപ്പോൾ ഇത് നല്ല വിലക്കുറവാണ്. ആൻഡ് ഓൾസോ നിറച്ച് ക്രീപ്പർ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് എനിക്കൊണ്ട് ഇന്ത്യയിൽ ഇനി ഞാനും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു ഈ മീഷോ ഹോളിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി. ഈ ഒരു യെല്ലോ പൂഫാണ്. ഈ ഒരു പൂഫ് എനിക്ക് തോന്നുന്നു ഡിക്കോർ ഹോൾ ചെയ്യുന്ന എല്ലാവരും വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു യെല്ലോ പൂഫ്. ഇതിൻ്റെ റെഡ് കളർ പൂഫും കൂടിയുണ്ട്. ഇതും പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എൻ്റെ എക്സ്പെക്റ്റേഷനിലെക്കാളും കുറച്ചും കൂടി ചെറുതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ക്യാമറയുടെ ആംഗിൾ വൈസ് നോക്കുമ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് തോന്നും, പക്ഷേ ഇത് ഇത്തിരി ചെറുതാണ്. ഓക്കെ, ഇത്തിരി ചെറുതാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഒരു പൊടിക്കും കൂടി വലുതാണ് ഞാൻ ഈ സാധനം എക്സ്പെക്ട് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ബിക്കോസ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ സൈഡിലൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ആൻഡ് ഉണ്ണിക്കുട്ടി വരും എനിക്ക് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൂട്ടുക. അപ്പോൾ അവൻ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുക. അപ്പോൾ അവൻ്റെ ഹൈറ്റിനൊക്കെ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആണ്. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോൾ ഞാൻ ക്യാരിങ് ആയിട്ടിരിക്കുന്ന എൻ്റെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഇരുന്ന് എണീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതർവൈസ് ഇറ്റ്സ് നൈസ്, കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് നൈസ്, ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഓർഗനൈസറാണ്. എനിക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു സാധനമാണ് ഓർഗനൈസർ. എനിക്ക് കുറേ ഓർഗനൈസേഴ്സ് വേണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഞാനൊരു വലിയ ഓർഗനൈസർ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലുതാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഓർഗനൈസർ അല്ല, വലുതാണ്. അത് കൂടാണ്ട് തന്നെ എൻ്റെ ജ്വല്ലറീസ് ഒന്നും വെക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോൻ്റെ അകത്ത് സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ നോർമൽ എൻ്റെ കയ്യിൽ എളുപ്പമുള്ളതിൻ്റെ പോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോൻ്റെ അകത്തുനിന്ന്. ഇതിന് 5 കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, 5 ഡ്രോവേഴ്സ് ആണുള്ളത്. ആൻഡ് 5 ഡ്രോവേഴ്സിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. 5 എണ്ണം ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഭയങ്കര ഹെവി ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല, ബിക്കോസ് കുറച്ച് ഫ്ലിംസിയാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്യാനുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ് ബിക്കോസ് 4 നമുക്ക് 5 ഓർഗനൈസർ 5 ഡ്രോവർ കിട്ടുമ്പോൾ കുറച്ചും കൂടി സൗകര്യമുള്ള സാധനങ്ങൾ വെക്കാൻ. അപ്പോൾ ഒരു ലെവൽ വരെ ഞാൻ എൻ്റെ സ്റ്റുഡിയോ ആ ഓർഗനൈസറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ഡിക്കോർ ആൻഡ് വാൾ സ്റ്റിക്കേഴ്സ് ആൻഡ് ഓർഗനൈസേഴ്സ് ഒക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ പ്രൊഡക്ട്സിൻ്റെ എല്ലാ കോഡ്സ് ഉണ്ട്, ലിങ്ക് അല്ല കോഡാണ് മീഷോൻ്റെ അകത്തുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് മീഷോന്ന് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി മീഷോ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഓർഡറിന് 100 rupees ഓഫ് കിട്ടും, അല്ലെങ്കിൽ ഫ്ലാറ്റ്
30% ഓഫ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. എല്ലാ പ്രൊഡക്ട്സിനും ഫ്രീ ഡെലിവറി ആണ്, അതായത് എക്സ്ട്രാ ഡെലിവറി ചാർജസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമുക്ക് ഫിറ്റിംഗ് കറക്റ്റ് ആയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി റിട്ടേൺസ് ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്, നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാം. ഇന്നത്തെ കാണിച്ചതിൻ്റെ അകത്ത് ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതും കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.